പത്തനംതിട്ടയിലെ CITU ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച നേതാക്കൾ കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൊഴിൽ മേഖലയിൽ സമാധാനമില്ലാതാക്കാനാണ് RSS ശ്രമമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. അതേസമയം പത്തനംതിട്ടയിലെ കൊലപാതകത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പത്തനംതിട്ടയിലെ CITU പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇപ്പോഴും പത്തനംതിട്ടയിലുണ്ടായത് CPIM-ലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് RSS-ൻ്റെയും BJP-യുടെയും നിരവധിയായ കേഡർമാരും പ്രവർത്തകരും കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ അതിന് തടയിടാൻ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊലപാതകം സംഘടിപ്പിച്ചു. ഈ കൊലപാതകത്തെ അതിശക്തിയായിട്ട് കേരളം പ്രതിഷേധിക്കണം എന്നാണ് CPIM-ന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു സംഭവമാണിത്. തൊഴിൽ മേഖലയിലാണെങ്കിൽ കേരളത്തിൽ അങ്ങേയറ്റം സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ സംഘടനമോ കേരളത്തിലെ തൊഴിൽ മേഖലയിലില്ല. അതിന് കളങ്കമുണ്ടാക്കുന്ന നിലയിലാണ് RSS-കാരുടെ ഈ ഭീകരമായ ആക്രമണവും കൊലപ്പെടുത്തലും. ഈ സംഭവം അങ്ങേയറ്റം പ്രതിഷേധമാണ്. CITU-വിന്റെ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ അറിയിക്കാം. CPIM പ്രവർത്തകരെ വർഗീയവാദികൾ കൊലപ്പെടുത്തുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേരളത്തിന്റെ പുറത്ത് മതന്യൂനപക്ഷങ്ങളെ RSS ആക്രമിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. RSS-ന്റെ അക്രമം കേരളത്തിൽ എപ്പോഴും CPIM-ന് നേരെയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ RSS-കാർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വകവരുത്തിയവരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ CPIM-ൻ്റെ പോരാളികളായ ഒരു നാടാകെ സ്നേഹിച്ച നിരവധി സഖാക്കളാണതിൽ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് RSS സംഘപരിവാറും കശാപ്പ് ചെയ്യാറുള്ളത്. അതേസമയം കൊലപാതകത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിഞ്ഞുമാറി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.